Hi all, my name is Rihanna Begum from Computer Science Department, final year. സോ നമുക്ക് ഈ ചെറിയ ടോപ്പിക്കിൽ കാണാൻ പോകുന്നത് എന്താണ് ഫണ്ടമെൻ്റൽ കോമ്പണൻസ് ഓഫ് ആൻഡ്രോയിഡ്. സോ നമുക്കിവിടെ ഇൻഡെക്സ് കൊടുത്തിട്ടുണ്ട്. ഇൻഡെക്സിൽ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ടോപ്പിക്ക് പറഞ്ഞ പോലെ ഫണ്ടമെൻ്റൽ കോമ്പണൻസ് ഓഫ് ആൻഡ്രോയിഡ് എന്താണ്, മെയിൻ കോമ്പണൻസ് ഓഫ് ആൻഡ്രോയിഡ് ഏതൊക്കെയാണ്, പിന്നെ അതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് വൺ, നമ്മൾ എന്താണ് ഫണ്ടമെൻ്റൽ കോമ്പണൻസ് ഓഫ് ആൻഡ്രോയിഡ് നോക്കുന്നത്. സോ ആൻഡ്രോയിഡ് ഈസ് ആൻ ഓപ്പൺ സോഴ്സ് മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡെവലപ്പ് ബൈ ഗൂഗിൾ. അപ്പം ആൻഡ്രോയിഡ് നമ്മൾ എന്താണ് മൊബൈലിലൊരു സിസ്റ്റമാണ്. അത് ഡെവലപ്പ് ചെയ്തത് ആരാണ്? നമ്മൾ ഗൂഗിളാണ്. ഇറ്റ് പ്രൊവൈഡ്സ് എ ഫ്ലെക്സിബിൾ ഫ്രെയിം വർക്ക് ഫോർ ഡെവലപ്പിംഗ് മൊബൈൽ ആപ്ലിക്കേഷൻ. ടു ബിൽഡ് ആൻ ആൻഡ്രോയിഡ് ആപ്പ് വി മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ഇറ്റ്സ് കോർ ബിൽഡിംഗ് ബ്ലോക്സ്. അപ്പം നമ്മളൊരു ആൻഡ്രോയിഡ് ആപ്പ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ബിൽഡപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് വേണം? ഒരു ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. സോ നമുക്ക് നോക്കാം. മെയിൻ കോമ്പണൻസ് ഓഫ് ആൻഡ്രോയിഡ്. അപ്പോൾ ആൻഡ്രോയിഡിൽ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് കോമ്പണൻസ് ഉണ്ട്, അതേപോലെ സപ്പോർട്ടിംഗ് ഉണ്ട്. സോ വി ആർ ഹിയർ ലുക്കിംഗ് എന്താണ് മെയിൻ ആയിട്ടുള്ളതിനാണ് നമ്മൾ നോക്കുന്നത്. ആൻഡ്രോയിഡ് ആസ് 4 പ്രൈമറി കോമ്പണൻസ്. 4 പ്രൈമറി കോമ്പണൻസ് ആണുള്ളത്. ആക്ടിവിറ്റി, സർവീസ്, ബ്രോഡ്കാസ്റ്റ് റിസീവർ, കണ്ടന്റ് പ്രൊവൈഡർ. അലോങ് വിത്ത് ദീസ് ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ടിംഗ് എലമെൻറ്റ്സ് ഇൻക്ലൂഡ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ മെയിൻ ആയിട്ടുള്ളതുണ്ട്, സപ്പോർട്ടിംഗ് ആയിട്ടുള്ളതുണ്ട്. ഇപ്പോൾ സപ്പോർട്ടിങ് വരുന്നത് 3 എണ്ണമാണ്: വ്യൂസ്, ഫ്രാഗ്മെൻറ്റ്, ഇൻഡൻസ്. സോ നമുക്കിതിനെക്കുറിച്ച് ബ്രീഫ് ആയിട്ടൊന്ന് നോക്കാം, ഡിസ്കസ് ചെയ്യാം. So first one, activity. An activity represents a single screen in an application. ഒരു ആപ്ലിക്കേഷനിൽ ഒരു സിംഗിൾ സ്ക്രീനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് എന്ത്? ആക്ടിവിറ്റി ഉദ്ദേശിക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ലോഗിൻ പേജ്, അതൊരു സിംഗിൾ സ്ക്രീനിലായിട്ടേക്കാണ് വരിക. പിന്നെ ഹോം സ്ക്രീനും അതേപോലെ സെറ്റിംഗ് പേജും, ഇതൊക്കെയാണ് ഇതിൻ്റെ എക്സാമ്പിൾസ്. ഇപ്പോൾ സെറ്റിംഗ്സ് പേജിൽ നമുക്ക് മൾട്ടിപ്പിൾ സാധനങ്ങൾ എടുക്കാൻ പറ്റും. ഓക്കെ. It handles user interactions like button click and text input. സോ ആക്ടിവിറ്റി എന്ന് പറയുന്നത് യൂസർ ഇൻ്റർഫേസ് സ്ക്രീനാണ്. നമുക്ക് എന്താണ് ആ ലോഗിൻ പേജ് അതുപോലെ കാണാൻ പറ്റും, ഹോം സ്ക്രീൻ അതേപോലെ കാണാൻ പറ്റും, സെറ്റിങ്സ് നമുക്ക് എന്തൊക്കെ വേണ്ടത് അത് നമുക്ക് അതുപോലെ തന്നെ കാണാൻ പറ്റും. സോ നെക്സ്റ്റ്, സർവീസ്. എ സർവീസ് റൺസ് ഇൻ ദി ബാക്ക്ഗ്രൗണ്ട് വിത്തൗട്ട് യൂസർ ഇൻ്റർഫേസ്. ഇപ്പോൾ നമുക്ക് എന്താണ് മുമ്പിൽ അതിൻ്റെ യൂസർ ഇൻ്റർഫേസ് കാണാത്തതിന് എന്താണ് ബാക്ക്ഗ്രൗണ്ട് റൺ ചെയ്യുന്നത്. ബാക്ക്ഗ്രൗണ്ട് റൺ ചെയ്യുന്ന ഒരു സർവീസാണ്. ഫോർ എക്സാമ്പിൾ പ്ലേയിങ് എ മ്യൂസിക്. ഇപ്പോൾ നമ്മൾ ഒരു മ്യൂസിക് പ്ലേ ചെയ്യുമ്പോൾ നമ്മൾ ആ ഇൻ്റർഫേസ് കണ്ടുകൊണ്ടിരിക്കുക, അതിനൊരു പിക്ചറും കാര്യങ്ങളും ഒന്നും ഉണ്ടല്ലോ, അതിങ്ങനെ പാടിക്കൊണ്ടിരിക്കുക, നമുക്ക് മേ ബി ലിറിക്സ് ഒന്നും കിട്ടൂല, അത് നമ്മൾ പിന്നെ നോക്കിയിട്ടുണ്ട് വരും. പിന്നെ ഡൗൺലോഡിങ് ഫയൽസ്. ഇപ്പോൾ കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ഡൗൺലോഡിങ് ഫയൽസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ഫയൽ ഡൗൺലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രോസസ്സ് നമുക്ക് കാണാൻ പറ്റില്ല, അതിന് ഒറ്റയടിക്ക് ഡൗൺലോഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ. പിന്നെ അതേപോലെ ബാക്ക്ഗ്രൗണ്ട് നോട്ടിഫിക്കേഷൻസ്. Third one, broadcast receiver. A broadcast receiver responds to system-wide events. For example, low battery alert, incoming SMS, Wi-Fi connection change. സോ നമുക്ക് എന്താണ് ഇപ്പോൾ നമ്മൾ ഫോണിൽ ചാർജ് ഇല്ലെങ്കിൽ അതിനെക്കുറിച്ച് മെസ്സേജ് വരാം, ഇല്ലെങ്കിൽ നമ്മളൊരു ബില്ല് പേ ചെയ്താൽ ഫോണിൽ പേ ചെയ്താൽ നമുക്കപ്പോൾ SMS വരും, ഓർഡർ ചെയ്തപ്പോൾ SMS വരും. അങ്ങനെയുള്ള നോട്ടിഫിക്കേഷൻസ് കാര്യങ്ങളാണ് ബ്രോഡ്കാസ്റ്റ് റിസീവർ പറയുന്നത്. ഇനി കണ്ടന്റ് പ്രൊവൈഡറാണ് ദ ലാസ്റ്റ്. അപ്പം 4 മെയിൻ കോമ്പണൻസ് ഉള്ളത്. അതിൽ ഫോർത്ത് വൺ, എ കണ്ടന്റ് പ്രൊവൈഡർ മാനേജ് ആൻഡ് ഷെയർ ഡാറ്റ ബിറ്റ്വീൻ ആപ്ലിക്കേഷൻ സെക്യൂർലി. സോ ഇനി നമുക്ക് ഈ കോമ്പണൻസിനൊക്കെ സപ്പോർട്ട് ചെയ്യാൻ എന്ത് വേണം? കോമ്പണൻസ് വേണം. അതാണ് വ്യൂ, ഇൻഡന്റ്, ഫ്രാഗ്മെൻറ്റ്സ്. അതിൽ ഫസ്റ്റ് വൺ ആണ് വ്യൂ. A view is the basic UI element in Android. ആൻഡ്രോയിഡിൽ ഒരു ബേസിക് എലമെൻ്റ് ആണ് എന്ത്? UI. ഇപ്പോൾ നമുക്ക് ബട്ടൺ, ടെക്സ്റ്റ് വ്യൂ, ഇമേജ് വ്യൂ, എഡിറ്റ് ടെക്സ്റ്റ്, ഇതൊക്കെ എന്താ നമുക്ക് എല്ലാ ഒരു ആൻഡ്രോയിഡ് നമ്മൾ ചെയ്യുമ്പോൾ എന്താ ഉണ്ടാകുന്ന ബേസിക് കാര്യങ്ങളാണ്. വ്യൂസ് ആർ യൂസ് ടു ഡിസൈൻ ദ യൂസർ ഇൻ്റർഫേസ് ഓഫ് ആൻ ആക്ടിവിറ്റി. Next one, fragment. A fragment represents a reusable portion of the user interface inside an activity. For example, a sidebar menu, a profile section. Fragments apps create flexible UI designs, especially for tablets and large screens.
Next, indent. An indent is a message object used to communicate between components. അപ്പോൾ കോമ്പണൻസിൻ്റെ ഇടയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റാണ്, മെസ്സേജിങ് ഒബ്ജക്റ്റാണ് ഈ ഇൻഡൻറ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമുക്ക് എന്താണ് ഡാറ്റ ഷെയർ ചെയ്യണം ആപ്പുകൾ തമ്മിൽ, പിന്നെ ക്യാമറ ഓപ്പൺ ചെയ്യണം, പിന്നെ ലോഗിൻ ആക്ടിവേറ്റ് നമുക്ക് ഹോം ആക്ടിവിറ്റിയിലേക്ക് പോകണം. പിന്നെ അവിടെ 2 തരത്തിലുള്ള എന്തുണ്ട്, ഇൻഡൻറ്റ് ഉണ്ട്, എക്സ്പ്ലിസിറ്റും ഇംപ്ലിസിറ്റും. സോ നമ്മൾ കൺക്ലൂഷനിലോട്ട് എത്തുകയാണ്. സോ കൺക്ലൂഷൻ പറയുമ്പോൾ നമ്മുടെ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷന് നമുക്ക് ബിൽഡപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് 2 തരത്തിലുള്ള വേണം, കോമ്പണൻസ് വേണം. ഒന്ന് മെയിനായിട്ടുള്ള 4 പ്രൈമറി കോമ്പണൻസും ഒന്ന് സപ്പോർട്ടിങ് കോമ്പണൻസാണ് ഉള്ളത്. ഇപ്പോൾ 4 പ്രൈമറിയിൽ വരുന്നത് ആക്ടിവിറ്റി, അതുപോലെ സർവീസ്, ബ്രോഡ്കാസ്റ്റ് റിസീവർ ആൻഡ് കണ്ടന്റ് പ്രൊവൈഡർ ആണ്. ഓക്കെ, നെക്സ്റ്റ് സപ്പോർട്ടിങ് കോമ്പണൻറ്റ് സപ്പോർട്ട് ചെയ്യുന്നത് വ്യൂസും ഇൻഡൻറ്റും ഫ്രാഗ്മെൻ്റാണ്. സോ ഇതാണ് ഫണ്ടമെൻ്റൽ കോമ്പണൻസ് ഓഫ് Android എന്ന് പറയുന്നത്. So I think you will understand it. Okay. Thank you for watching this video.